എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരിവേട്ട, ബസൂക്ക, പ്രിൻസ്, കെറ്റ്സർ ബേബി ഈ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിരിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ലവ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു 3D സിനിമയാണ്. മാത്യു തോമസ് ആണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ലവ്ലി. ഒരു ഈച്ചയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ സൈനപ്ലൈ ആണ് ലവ്ലി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ലാസ്റ്റ് വീക്കിലാണ് ലവ്ലി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. തമനയും ദിലീപുമാണ് ബാന്ദ്ര സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ സിനിമയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. ഈ സിനിമയ്ക്ക് കുറച്ച് പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഡിറ്റക്റ്റീവ് വിജിലന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഒരു കോമഡി മൂവിയാണിത്. ഈ സിനിമ ആമസോണിലും മനോരമ മാക്സിലും കൂടി ജൂൺ മാസം 18-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് മാരുവിലും ഗോപുരങ്ങൾ നേടിയെടുത്തത്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് എന്ന് സ്വന്തം പുണ്യാളൻ നേടിയെടുത്തത്. തിയേറ്ററുകളിലൊരു പരാജയമായിരുന്നു പുണ്യാളൻ. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകനാണ് പുണ്യാളൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ മാസം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടിയ സിനിമയാണ് നരിവേട്ട. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടോനോ തോമസ്, സുരാജാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ആദിവാസിയുടെ കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം 30-ന് ആമസോൺ പ്രൈമിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസ്റ്റൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023-ൽ ഇറങ്ങിയ നിവിൻ പോളി സിനിമയാണ് രാമചന്ദ്ര. മമിത ബൈജു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു രാമചന്ദ്ര. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് രാമചന്ദ്രയുടെ OTT എത്തിയിരിക്കുന്നത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ബസൂക്ക ഒരു ആക്ഷൻ മൂവിയാണ്. ബസൂക്കയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതുവരെ സിനിമ റിലീസായിട്ടില്ല. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അടുത്ത വീക്ക് സർപ്രൈസ് ആയിട്ടായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി സിനിമയാണ് സർക്കീട്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കീട്ട്. ഒരു ചെറിയ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ സർക്കീട്ട് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് സർക്കീട്ടിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം 28-ഓടുകൂടി ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപിന്റെ അവസാനം ഇറങ്ങിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. സിദ്ദിഖ്, ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കോമഡി ഫാമിലി മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ തീയതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 20-നാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ഇതിലിനി മാറ്റം വരില്ല. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. യുവതാരങ്ങൾ അഭിനയിച്ച സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2023-ലാണ് കർണൻ നെപ്പോളിയൻ സിനിമ റിലീസായത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ
സിനിമയുടെ OTT എത്തിയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു വിജയമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ് സെറ്റ് ബേബി വന്നത്. അതുകൊണ്ട് നല്ല ഹൈപ്പ് സിനിമയ്ക്ക് ലഭിച്ചു. ഒരു മാസത്തോളം സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ വീക്കിൽ മനോരമ മാക്സിൽ സർപ്രൈസ് ആയിട്ടാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസ് ആവുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.